വിദ്യ പകർന്നു നൽകേണ്ട അധ്യാപകർ തന്നെ ലഹരിക്കടത്ത് കേസിൽ പ്രതികളായതിന്റെ ഞെട്ടലിലാണ് കേരളം. വടകരയിൽ കോളിളക്കം സൃഷ്ടിച്ച MDMA കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരായ കാവ്യ, ലീഷ്മ എന്നിവരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകുന്നേരം 4 മണി വരെയാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കേസിൽ പെട്ടുപോയതാണെന്നും അധ്യാപികയായ കാവ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാര്യങ്ങളെല്ലാം പിന്നീട് വ്യക്തമാക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. കേസിൽ അറസ്റ്റിലായ മറ്റൊരു അധ്യാപികയും കായിക അധ്യാപികയുമായ കീർത്തനയാണ് ലഹരി ശൃംഖലയിലെ മുഖ്യ കണ്ണിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മറ്റ് അധ്യാപികമാരെ ലഹരി മാഫിയയുടെ വലയിലേക്ക് അടുപ്പിച്ചത് കീർത്തനയാണെന്നും സ്കൂൾ കുട്ടികളെ ലഹരി ഇടപാടുകൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ശക്തമായി സംശയിക്കുന്നതായും പോലീസ് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. പേരാമ്പ്ര BRCയിലെ കായിക അധ്യാപികയായ കീർത്തന വെറുമൊരു അധ്യാപിക മാത്രമല്ലെന്നും ലഹരി ഇടപാടുകളിലെ പ്രധാന ഇടനിലക്കാരിയാണെന്നും പ്രത്യേക അന്വേഷണ സംഘം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ജയിലിൽ കഴിയുന്ന അധ്യാപികമാരായ കാവ്യ, ലീഷ്മ എന്നിവരെ ഈ ലഹരി ഇടപാടുകളിലേക്ക് ആകൃഷ്ടരാക്കി കൊണ്ടുവന്നത് കീർത്തനയാണ്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റ് അധ്യാപകരുടെയും കേസിലെ 1-ാം പ്രതിയായ സഫ്വാൻ അടക്കമുള്ള ലഹരി കടത്തുകാരുടെയും അക്കൗണ്ടുകളിലേക്ക് വൻ തുക കൈമാറിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ലഹരി കാർട്ടലുകളിലെ മുഖ്യപ്രതികളുമായി നടത്തിയ ഫോൺ ചാറ്റുകളും ചിത്രങ്ങളും കീർത്തനയുടെ മൊബൈൽ ഫോണിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവ കോടതിയിൽ തെളിവായി ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ തനിക്ക് ലഹരി ഇടപാടുകളുമായി യാതൊരു ബന്ധവുമില്ലെന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കീർത്തന. കാവ്യയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ മകന്റെ ചികിത്സയ്ക്കായി വായ്പ വാങ്ങിയതും ചിട്ടിയുമായി ബന്ധപ്പെട്ടതാണെന്നുമാണ് കീർത്തനയുടെ അവകാശവാദം. എങ്കിലും MDMAയുമായി നേരത്തെ പിടിയിലായ 1-ാം പ്രതി സഫ്വാൻ തന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ടെന്ന കാര്യം ഇവർ സമ്മതിച്ചതായും പോലീസിൽ നിന്നും സൂചന ലഭിക്കുന്നുണ്ട്. അതിനിടെ കേസിന് പിന്നിലെ ലഹരി കാർട്ടലിന്റെ മാഫിയ തലവനായ വയനാട് പുൽപ്പള്ളി സ്വദേശിക്കായുള്ള തെരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. ഇയാളെക്കുറിച്ചുള്ള പുതിയ ഫോൺ നമ്പറുകളും മറ്റ് നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. അറസ്റ്റിലായ അധ്യാപികമാരായ കീർത്തന, കാവ്യ, ലീഷ്മ, ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ് എന്നിവരുടെ പ്രധാന ബോസിനെ കേന്ദ്രീകരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. എക്സൈസ് രജിസ്റ്റർ ചെയ്ത ലഹരി കേസിൽ നേരത്തെ പ്രതിയായിരുന്ന ഈ പുൽപ്പള്ളി സ്വദേശി അധ്യാപികമാർ അറസ്റ്റിലായതോടെ പൂർണ്ണമായും ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. കേസിൽ പിടിയിലായ ജിജിനുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇരുവരും തമ്മിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുൻനിർത്തി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. പ്രതിയെ ഉടൻ വലയിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഔദ്യോഗികമായി പ്രതിപട്ടികയിൽ ചേർത്ത് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പദ്ധതി. നിലവിൽ ജിജിൻ ബാങ്ക് വഴി പണമയച്ച ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധനയും നടക്കുകയാണ്. ഈ അക്കൗണ്ടുകളുടെ യഥാർത്ഥ ഉടമകൾ ആരാണെന്നും ഇവർക്ക് ലഹരി മാഫിയയുമുള്ള ബന്ധം എന്താണെന്നും കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്.